വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാം. വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മുട്ടച്ചോറ് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിനു വേണ്ടി നമ്മൾ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്ക്ക് പകരമായിട്ടും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നെയ്യ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയും നെയ്യ് ചൂടായി വരുന്ന സമയം നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒരുപാടൊന്ന് വഴണ്ടു പോകണ്ട. ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന സമയം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 7-8 കഷ്ണം വെളുത്തുള്ളി എടുക്കണം. അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകാണ് ഇതിന് എരിവ് നൽകുന്നത്. ഒരു 7-8 പച്ചമുളക് എടുത്തുകൊള്ളുക. മറ്റ് മുളക് പൊടിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പച്ചമുളക് ഒരു എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്തുകൊള്ളുക. പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതായിട്ട് ഒന്ന് വഴട്ടുക. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്ന സമയം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം എടുത്താൽ നമ്മളുടെ ഈ ചോറ് അധികം അങ്ങ് കുഴഞ്ഞൊന്നും പോകുകയില്ല. നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസ് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും മുട്ട ഇട്ട് കൊടുക്കുക. ഇതൊരു 4 പേർക്ക് കഴിക്കാവുന്ന രീതിക്കാണ് നമുക്ക് ഈ ചോറ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബട്ടർ ഒരു ചെറിയ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് തൈരാണ്. 1.5 സ്പൂണോളം തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ്, കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടറും ആ തൈരും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ ഈ ചോറ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഈ ബട്ടറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ ചോറിന് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ തൈരൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയും ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം ഒരു 3 വിസിൽ വരുന്നിടം വരെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് 1 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് 2 വിസിലൂടെ വരുത്തുക. പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് തന്നെ ഇരിക്കുക. ആവി കളയാതെ തന്നെ വെച്ചിരിക്കുക.
5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല ഇതായിട്ട് തന്നെ നമ്മുടെ മുട്ടച്ചോറ് കിട്ടും. അരിയൊന്നും അധികം വെന്തു പോവുകയില്ല. ഇത്ര ഈസി ആയിട്ടുള്ള ഈ ഒരു മുട്ടച്ചോറ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരു 25 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീണ്ടും ഒരു സിമ്പിളായ വിഭവമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.